ഹായ് വെൽക്കം ടു ഓൾ. ഗോസ്റ്റ് ആൻഡ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ രണ്ടാം ഭാഗമാണ്. പാർട്ട് 1 കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാലൻസി. വാട്ട് ഈസ് വാലൻസി? ദ വാലൻസി ഓഫ് എൻ എലമെൻറ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി ടു കമ്പൈൻ വിത്ത് അതർ എലമെൻറ്റ്സ് ടു ഫോം കോമ്പൗണ്ട്സ്. അതായത് മറ്റ് എലമെൻറ്റ്സുമായി കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു എലമെൻറ്റിൻ്റെ കപ്പാസിറ്റിയുടെ മെഷർമെൻ്റ് ആണ് വാലൻസി ഓഫ് എൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. In other words, the number of atoms of hydrogen with which one atom of an element will combine is called valency of the element. അതായത് ഒരു എലമെൻറ്റിലെ ഒരു ആറ്റം എത്ര ഹൈഡ്രജൻ ആറ്റംസുമായി കമ്പൈൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു നമ്പറാണ് വാലൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്ലൂറിൻ, oxygen, nitrogen and carbon combine with 1, 2, 3 and 4 hydrogen atoms to form HF, H2O, NH3 and CH4 respectively. So, fluorine, oxygen, nitrogen and carbon thereby show their respective valencies of 1, 2, 3 and 4 in these compounds. In general, the maximum number of univalent atoms that may combine with an atom of an element under consideration can be regarded as its valency. അതായത് ഒരു എലമെൻറ്റിന് ഒരു ആറ്റവുമായി കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് യൂണിവാലന്റ് ആറ്റംസിൻ്റെ എണ്ണവും നമുക്ക് വാലൻസിയായി കൺസിഡർ ചെയ്യാൻ കഴിയും. ദ വാലൻസി ഈസ് ഓൾവേസ് എൻ ഇൻറ്റിജർ. വാലൻസി എന്ന് പറയുന്നത് എപ്പോഴും ഇൻറ്റിജറാണ്. അതിന് പ്ലസ്സോ മൈനസ് സൈൻസോ ഉണ്ടാകാറില്ല. ഇൻ അയോണിക് കോമ്പൗണ്ട്സ് നമ്പർ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ് ഹെൽപ്പ് അസ് ടു സ്റ്റേറ്റ് വാലൻസീസ്. അതായത് ഒരു അയോണിക് കോമ്പൗണ്ടിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാകും. അത് വെച്ച് നമുക്ക് ആ എലമെൻറ്റിൻ്റെ വാലൻസി കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അലൂമിനിയം ഹാവ് വാലൻസി 3 ആസ് ഇറ്റ് ഫോം Al3+. അതായത് അലൂമിനിയത്തിൻ്റെ അയോണിക് ഫോം എന്ന് പറയുന്നത് Al3+ ആണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് 3+ ആണ്. അപ്പോൾ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. ഇൻ കോവാലന്റ് കോമ്പൗണ്ട്സ് ദ ടേം വാലൻസി ഡിസ്ക്രൈബ്സ് ദ നമ്പർ ഓഫ് ബോൺസ് യൂഷ്വലി ഫോംഡ് ബൈ ഈച്ച് എലമെൻറ്റ്. അതായത് കോവാലന്റ് കോമ്പൗണ്ട്സിൽ ഓരോ എലമെൻറ്റും ഫോം ചെയ്യുന്ന നമ്പർ ഓഫ് ബോൺസാണ്, അതിന് ആ ബോൺസിൻ്റെ എണ്ണമാണ് വാലൻസിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ജനറലി ഫോം റെസ്പെക്റ്റീവ്ലി 1, 2, 3 and 4 covalent bonds in their compounds and consequently said to be univalent, divalent, trivalent and tetravalent respectively. Variable valency. What is variable valency? While some elements only show single valency, a number of other elements like iron, copper, mercury, gold, tin, lead, etc. show more than one valency. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വേരിയബിൾ വാലൻസി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഏതാണെന്ന് വെച്ചാൽ ചില എലമെൻറ്റ്സ് സിംഗിൾ വാലൻസി മാത്രം കാണിക്കുമ്പോൾ മറ്റു ചില എലമെൻറ്റ്സ് മോർ ദാൻ 1 വാലൻസീസ് കാണിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് വേരിയബിൾ വാലൻസി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇക്വിവലന്റ് മാസ്? Equivalent mass of an element is defined as a number which expresses the number of parts by mass of that element which combines with or displaces 1.008 parts by mass of hydrogen or one equivalent mass of any other element. അതായത് ഹൈഡ്രജൻ്റെ 1.008 പാർട്സ് ബൈ മാസിനെ ഡിസ്പ്ലേസ് ചെയ്യാനോ അതുമായി കമ്പൈൻ ചെയ്യാനോ സാധിക്കുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസാണ് ഇക്വിവലന്റ് മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇക്വേഷൻ, അതായത് ഇക്വിവലന്റ് മാസിനെയും അറ്റോമിക് മാസിനെയും റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് ഇക്വിവലന്റ് മാസ് ഓഫ് എൻ എലമെന്റ് ഇസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ബൈ വാലൻസി. അതായത് അറ്റോമിക് മാസും വാലൻസിയും കിട്ടിയാൽ ഇക്വിവലന്റ് മാസ് കാണാം, ഇക്വിവലന്റ് മാസും വാലൻസിയും കിട്ടിയാൽ അറ്റോമിക് മാസ് കാണാം. അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ കൗണ്ട് ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് 27 ആണ്. അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3. അതിനാൽ അതിൻ്റെ ഇക്വിവലന്റ് മാസ് ബൈ ദി ആസ് പെർ ദി ഇക്വേഷൻ 27/3 ഈസ് ഈക്വൽ ടു 9. അതായത് 9 ആണ് അലൂമിനിയത്തിൻ്റെ ഇക്വലന്റ് മാസ് എന്ന് പറയുന്നത്. ഇക്വലന്റ് മാസസ് ഓഫ് സം ക്ലാസസ് ഓഫ് കോമ്പൗണ്ട്സ്. അതായത് നമുക്ക് കുറച്ച് ക്ലാസസ് ഓഫ് കോമ്പൗണ്ട്സിൻ്റെ ഇക്വലന്റ് മാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇക്വലന്റ് മാസ് ഓഫ് എൻ ആസിഡ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് ദ ആസിഡ് വിച്ച് കണ്ടെയ്ൻസ് 1.008 പാർട്സ് ബൈ മാസ് ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ. അതായത് 1.008 പാർട്സ് ബൈ മാസ് ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആസിഡിലെ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ആണ് ഇക്വിവലന്റ് മാസ് ഓഫ് എൻ ആസിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വിവലന്റ് മാസ് ഓഫ് എൻ ആസിഡ് ഈസ് ഈക്വൽ ടു മോളിക്യുലർ മാസ് ബൈ ബേസിസിറ്റി. എന്താണ് ബേസിസിറ്റി? ദ നമ്പർ ഓഫ് റീപ്ലേസബിൾ ഓർ അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് പ്രസന്റ് പെർ മോളിക്യൂൾ ഓഫ് എൻ ആസിഡ് ഈസ് കോൾഡ് ബേസിസിറ്റി. അതായത് ഒരു ആസിഡിലെ ഒരു മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ടുള്ള അയോണൈസബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റീപ്ലേസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ എണ്ണമാണ്, ഹൈഡ്രജൻ ആറ്റംസിൻ്റെ എണ്ണമാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇക്വിവലന്റ് മാസ് ഓഫ് ബേസ്?
It is defined as the number of parts by mass of the base which is required to neutralize one equivalent of an acid completely or react with one equivalent of hydrogen ions. അതായത് ഒരു ഇക്വിവലൻ്റ് ഓഫ് ആസിഡിനെ കംപ്ലീറ്റായി ന്യൂട്രലൈസ് ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് ദ ബേസ് ആണ് ഇക്വിവലന്റ് മാസ് ഓഫ് എ ബേസ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വിവലന്റ് മാസ് ഓഫ് എ ബേസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ബൈ അസിഡിറ്റി. നേരത്തെ ബേസിറ്റി പറഞ്ഞ പോലെ അസിഡിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് വിത്ത് വിച്ച് വൺ മോളിക്യൂൾ ഓഫ് എ ബേസ് റിയാക്ട്സ് ഈസ് കോൾഡ് അസിഡിറ്റി. അതായത് ഒരു ബേസിന്റെ വൺ മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസിന്റെ എണ്ണമാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇക്വിവലന്റ് മാസ് ഓഫ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് of an oxidizing agent which can furnish one equivalent of oxygen for oxidation or that which gets reduced with one mole of electrons. അതായത് ഓക്സിഡേഷന് വേണ്ടി ഒരു ഇക്വിവലന്റ് ഓക്സിജനെ ഫർണിഷ് ചെയ്യാൻ കഴിയുന്നതോ അല്ലെങ്കിൽ 1 mole ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് റെഡ്യൂസ് ആവുകയോ ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എൻ ഓക്സിഡൈസിങ് ഏജന്റിന്റെ എണ്ണമാണ് ഇക്വിവലന്റ് മാസ് ഓഫ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് equivalent mass of an oxidant is equal to molecular mass by number of electrons gained per molecule or equivalent mass of an oxidant is equal to molecular mass by decrease in oxidation number during the redox reaction. അതായത് നമ്മൾ നേരത്തെ കണ്ട ഇപ്പം ഫസ്റ്റ് ഇക്വേഷനിൽ ഇക്വലന്റ് മാസ് കാണാനുള്ളത് മോളിക്കുലർ മാസ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് പെർ മോളിക്യൂൾ. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പം ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യും. അതാണ് ഇക്വലന്റ് മാസ് ഓഫ് എൻ ഓക്സിഡന്റ് എന്ന് പറയുന്നത്. മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഡ്യൂറിംഗ് ദ റിഡോക്സ് റിയാക്ഷൻ. In equivalent mass of a reducing agent, it is defined as the number of parts by mass of a reducing agent which can oxidized by one equivalent of oxygen or that which furnishes 1 mole of electrons for reduction. അതായത് ഒരു ഇക്വിവലന്റ് ഓക്സിജനും ഒരു ഇക്വിവലന്റ് ഓക്സിജൻ വെച്ച് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു മോൾ ഓഫ് ഇലക്ട്രോൺസിനെ റിഡക്ഷന്റെ സമയത്ത് ഫേർണിഷ് ചെയ്യാൻ സാധിക്കുന്നതായ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എ റെഡ്യൂസിംഗ് ഏജന്റ് ആണ് ഇക്വിവലന്റ് മാസ് ഓഫ് റെഡ്യൂസിംഗ് ഏജന്റ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വിവലന്റ് മാസ് ഓഫ് എ റിഡക്റ്റന്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫേർണിഷ്ഡ് പെർ മോളിക്യൂൾ ഓർ ഇക്വിവലന്റ് മാസ് ഓഫ് എ റിഡക്റ്റന്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ബൈ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഡ്യൂറിംഗ് ദ റിഡക്സ് റിയാക്ഷൻ. ഇനി മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. അതായത് മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. 1. മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വാല്യൂ. അതിന്റെ ഇക്വേഷൻ ആണ് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഈ ഇക്വേഷൻ തന്നെ ഡെഫിനേഷൻ ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു വോളിയം ഓഫ് സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, ആ ഒരു വാല്യൂ ആണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ചുരുക്കി എഴുതുമ്പോൾ M=N2/V. ഈ N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. സോൾവെന്റ് ഒരു N1 ആവും, പക്ഷേ ഇവിടെ സൊല്യൂട്ട് ആണ്, അപ്പോൾ അതുകൊണ്ട് N2. ഇനി നോർമാലിറ്റി. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര ഗ്രാം ഇക്വലന്റ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ആയിട്ടുള്ളതിന്റെ ഒരു വാല്യൂ ആണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ലിറ്റേഴ്സ്. അപ്പോൾ N ഈസ് ഈക്വൽ ടു N2- വോളിയം. ഇനി മൊളാലിറ്റി നേരത്തെ മൊളാരിറ്റി ആയിരുന്നു, ഇവിടെ മൊളാലിറ്റി ആയിരുന്നു. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ 1000 ഗ്രാം ഓർ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. നേരത്തെ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആയിരുന്നു, ഇവിടെ പ്രസന്റ് പെർ 1 kg ഓഫ് സോൾവെന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മാസ് ഇൻ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. അതായത് 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വാല്യൂ. ചുരുക്കി പറയുമ്പോൾ M=N2/W1 × 1000. അതായത് N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, W1 എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാം ആണ്. ആ ഗ്രാം കിലോഗ്രാമിലാക്കാനാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ടോട്ടലായിട്ട്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കോമ്പോണന്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. അതായത് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതൊരു റേഷ്യോ ആണ്. എന്തുമായിട്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പോണന്റ് വിത്ത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് സൊല്യൂഷൻ. അതായത് അതിൽ ഒരു സൊല്യൂഷനിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റും
ആ സൊല്യൂഷൻ്റെ ടോട്ടലായിട്ടുള്ള നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഒരു റേഷ്യോ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് ഈസ് ഈക്വൽ ടു x1 ഈക്വൽ ടു n1/n1 പ്ലസ് n2. അതായത് സോൾവെൻറ്റിനെ നമ്മൾ 1ഉം സൊല്യൂട്ടിനെ നമ്മൾ 2ഉമായിട്ടാണ് പൊതുവെ എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്യാറ്. അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് x1 അല്ലെങ്കിൽ chi1 ഈസ് ഈക്വൽ ടു n1/n1 പ്ലസ് n2. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിലേക്ക് വരുമ്പോൾ chi2 അല്ലെങ്കിൽ x2 ഈസ് ഈക്വൽ ടു n2/n1 പ്ലസ് n2. ഇത് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. ഈ റേഷ്യോ ഇത് രണ്ടും ഒരു സൊല്യൂഷനിലാണ്. ആ സൊല്യൂഷനിൽ ഈ റേഷ്യോ രണ്ടും കൂടെ കൂടുമ്പോൾ അതായത് x1 പ്ലസ് x2 എന്ന് പറയുന്നത് ഒബ്വിയസ് ആയിട്ടും 1 ആണ്. ഇനി ഡിപ്പെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ, അതായത് ഈ കോൺസെൻട്രേഷൻ ടേംസ് എങ്ങനെയൊക്കെ ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് നോക്കുമ്പോൾ മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ ബിക്കോസ് ദ ഡിപ്പെൻഡ് അപ്പോൺ വോളിയം ഓഫ് ദ സൊല്യൂഷൻ വിച്ച് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് മൊളാരിറ്റിയും നോർമാലിറ്റിയും ഈ സൊല്യൂഷൻ്റെ 2 കോൺസെൻട്രേഷൻ ടേംസ് ആണ് ഇവ, മൊളാരിറ്റി നോർമാലിറ്റി. ഇത് രണ്ടും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവയും ചേഞ്ച് ചെയ്യും. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വോളിയം ആ സൊല്യൂഷൻ്റെ വോളിയത്തിൻ്റെ മുകളിലാണ്. വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, അങ്ങനെ ടെമ്പറേച്ചറിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ മൊളാരിറ്റി നോർമാലിറ്റിയും ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. However, molality and mole fraction don't depend upon volume of solution. Calculation of this involves number of moles of the components which do not change with the change in temperature. അതായത് മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും വോളിയത്തിലുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് മോൾസിലാണ്. ആ ടെമ്പറേച്ചർ മാറിയാലും നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്യില്ല. അതിനാൽ ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഈ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ വാല്യൂസ് ടെമ്പറേച്ചർ മാറിയാലും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇനി കാൽക്കുലേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ആഫ്റ്റർ ഡൈലൂഷൻ ഓഫ് എ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ. അതായത് ഒരു നോൺ കോൺസെൻട്രേഷനുള്ള ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെ വെച്ചാൽ ദ മൊളാരിറ്റി എം ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു n/v, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അപ്പം n ഇസ് ഈക്വൽ ടു എന്താണ് mv, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം. അതവിടെ നിൽക്കട്ടെ. ഇനി സപ്പോസ് എ ഗിവൺ വോളിയം v1 ലിറ്റർ ഓഫ് എ സ്റ്റോക്ക് സൊല്യൂഷൻ ഓഫ് മൊളാരിറ്റി m1 ഇസ് ഡൈലൂട്ടഡ് ടു എ ന്യൂ v2 ലിറ്റർ ആൻഡ് മൊളാരിറ്റി ടു m2. അതായത് v1 ലിറ്റർ വോളിയമുള്ള ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് m1 ആണ്. ഈ സൊല്യൂഷൻ v2 ലിറ്ററിലേക്ക് ഡൈലൂട്ട് ചെയ്തു. അപ്പം അതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് m2 ആയി. അപ്പം അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ എന്താ പറയുക മൊളാരിറ്റിയും വോളിയവും ചേഞ്ച് ചെയ്താലും ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നേരത്തെ കണ്ട n = mv എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒരു റിലേഷൻ ഉണ്ടാക്കാം. അതായത് ആ ഇക്വേഷനാണ് m1v1 = m2v2. ഈ ഡയല്യൂഷൻ ഇക്വേഷൻ വെച്ച് നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അതായത് m1v1 = m2v2. ഇപ്പം m1v1 നമുക്കറിയാം, v2 നമുക്കറിയാം. അപ്പം ഈ m2 അതായത് ഡയല്യൂഷന് ശേഷമുള്ള അതിൻ്റെ മൊളാരിറ്റി നമുക്ക് കാണാം. അങ്ങനെ ഈ റിലേഷൻ വെച്ച് കാൽക്കുലേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡയല്യൂഷൻ ഓഫ് എ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് കൺസിഡർ ഇൻ നോർമാലിറ്റി, നേരത്തെ നമ്മൾ കണ്ടത് മൊളാരിറ്റി വെച്ചാണ്. ഇനി നോർമാലിറ്റി വെച്ചാണെങ്കിൽ എന്താ, ഈ m1 എന്നുള്ള ഭാഗം n1 ആവത്തേ ഉള്ളൂ. n1v1 = n2v2. That's all for today. So thank you.